السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഭംഗിയായി ഭക്തിയോടുകൂടെ നിർവഹിച്ചുകൊണ്ട് ഏറ്റവും നല്ലവരായി കഴിയുവാൻ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ധാരാളം അമലുകൾ നിർവഹിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ എല്ലാവിധ ബർക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ സമൂഹത്തിലും അതുപോലെ നമ്മുടെ കുടുംബത്തിലും മക്കളിലുമൊക്കെയുള്ള ഇസ്ലാമികമായ നല്ല ശിക്ഷണശീലങ്ങൾ എങ്ങനെയെല്ലാം ശക്തമാക്കാം എന്നതായിരുന്നു നമ്മൾ നേരത്തെ സംസാരിച്ചത്. ആ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇസ്ലാമികമായ മൂല്യങ്ങൾ, സ്വഭാവങ്ങൾ, ശീലങ്ങൾ, ആരാധനകൾ നിർവഹിക്കുവാനുള്ള താല്പര്യം, ഇവയെല്ലാം നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമായി വരണം എന്നതാണ്. മതം ഒരു ഭാഗത്തുണ്ട്, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാടും ഭക്തിയും മറ്റൊരു ഭാഗത്തുണ്ട്. അതിനനുകൂലമായ തർബിയത്ത് ഉണ്ടാക്കിയെടുക്കാൻ കുടുംബത്തെ എങ്ങനെ ഒരുക്കണം എന്നതിനാണ് ഈ ഒരു നല്ല പാരമ്പര്യം ഉണ്ടാക്കിയെടുക്കാൻ റസൂലുള്ളാഹി പറയുന്നത്. നല്ല കുടുംബം, അതിലെ ഒരംഗമായി ജീവിക്കുക എന്നത് തന്നെയും ഒരാളുടെ ഈമാനികമായ വ്യക്തിത്വത്തിന്റെ ഭാഗവുമാണ്. പലപ്പോഴും ചില ആളുകളൊക്കെ മോശമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അയാൾ കുടുംബത്തെ പറയിപ്പിച്ചു, അല്ലെങ്കിൽ തറവാടിനെ പറയിപ്പിച്ചു എന്നെല്ലാം പറയാറുണ്ട്. അതിന്റെ അർത്ഥം ആ കുടുംബവും തറവാടും വളർന്ന് നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകമായ ഒരു ഐഡന്റിറ്റിയിലാകുന്നു, സവിശേഷമായ വ്യക്തിത്വത്തിലാകുന്നു എന്നതുകൊണ്ടാണ്. അത്തരം പാരമ്പര്യങ്ങൾ നല്ല ശീലങ്ങളായി റസൂലുള്ളാഹി പഠിപ്പിച്ചത് നമുക്കൊന്ന് വായിക്കാം. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അദ്ദിബു ഔലാദക്കും, നിങ്ങൾ മക്കളെ അല്ലെങ്കിൽ മുതിർന്നു വരുന്നവരെ 2-3 കാര്യങ്ങൾ പാരമ്പര്യമായി പറഞ്ഞു കൊടുത്ത് ശീലിപ്പിക്കണം. ഒന്ന്, ഹുബ്ബ നബിയിക്കും, നബിയോടുള്ള ഒരു മഹബത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ട പ്രത്യേകമായ ഒരു താല്പര്യം, റസൂലുള്ളാഹിയുടെ കുടുംബത്തോടുള്ള താല്പര്യം. അതുപോലെ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ പഠിക്കുക, വായിക്കുക, പാരായണം ചെയ്യുക, അങ്ങനെ ഖുർആനുമായി മനസ്സ് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു പാരമ്പര്യം. ഈ 2-3 കാര്യങ്ങൾ കുടുംബത്തിൻ്റെയും അതിലെ മക്കളുടെയും നല്ല
മുറിഞ്ഞു പോവാത്ത പാരമ്പര്യമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്. നമുക്ക് ഒരു നേതാവിനോട് സ്നേഹമുണ്ടായിരിക്കും, നമ്മളെ ഏതെങ്കിലും രൂപത്തിൽ ആകർഷിക്കുന്ന, വശീകരിച്ചിരിക്കുന്ന, സ്വാധീനിച്ചിരിക്കുന്ന ഒരാളോട് പ്രത്യേകമായ ഒരു മനസ്സടുപ്പം ഉണ്ടായിരിക്കും. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്, മഹത്തരമാണ് റസൂലുള്ളയോട് നമുക്കുള്ള സ്നേഹം. ആ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ മാസം റബീഉൽ അവ്വൽ റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ് സമൂഹത്തിലൊക്കെ കാണാൻ സാധിക്കുക. ആ പ്രകടനങ്ങളാവട്ടെ മതത്തിൽ അടിസ്ഥാനമില്ലാത്തതാണ്. റസൂലുള്ളയും സ്വഹാബത്തും ഖുർആനുമൊന്നും അനുവദിക്കാത്ത, പഠിപ്പിക്കാത്ത കാര്യവുമാണ്. റസൂലുള്ളയോടുള്ള ഈ മഹബത്ത്, സ്നേഹം ഓരോരുത്തരുടെയും മനസ്സിൽ വേരൂന്നിയിരിക്കണം എന്നാണ് നബി ഇത്തരം ഒരു നല്ല പാരമ്പര്യം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി പറയുന്നത്. അങ്ങനെ മനസ്സിൽ ഒരാൾക്ക് നാം നൽകുന്ന സ്ഥാനം, ചില ആളുകളെയൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനപ്പുറത്ത്, കണ്ടാൽ ചിരിക്കുന്നതിന് സൗഹൃദം പറയുന്നതിൻ്റെയും അപ്പുറത്ത് ചില വ്യക്തികളെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ആ രൂപത്തിൽ ആദ്യമായി മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് റസൂലുള്ള. അത്തരത്തിലുള്ള ഒരു മഹബത്ത്, മനസ്സടുപ്പം, സ്നേഹമാണ് ഈ നല്ല കുടുംബ പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് മക്കൾക്കുണ്ടാവേണ്ടത്. കാരണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യത്തിന് ഒരു മാതൃക കാണിച്ചു കൊടുക്കൽ അനിവാര്യമാണ്. ആ മാതൃക ഇന്ന ആളെ പോലെ, ഇന്ന വ്യക്തിയെ പോലെ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നതാണ് റസൂലുള്ളയുടെ ഈ മഹബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരെപ്പോലെയാവണം, ആരെപ്പോലെ പ്രവർത്തിക്കണം, നിങ്ങൾക്ക് ജീവിതത്തിൽ ആരാണ് റോൾ മോഡൽ എന്നെല്ലാമുള്ള ചോദ്യത്തിന്റെ ഉത്തരവും കൂടിയാണ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമായിരിക്കണം. അങ്ങനെ ചെറുതും വലുതുമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും മാതൃകയായി നിലകൊള്ളാവുന്ന രൂപത്തിൽ റസൂലുള്ള മനസ്സിലും വീട്ടിനകത്തും പുറത്തുമെല്ലാം നമ്മുടെ കുട്ടികളിൽ വളർന്നു നിൽക്കുക എന്നതാണ് നമ്മൾ ഉണ്ടാക്കേണ്ട ഈ കുടുംബ പാരമ്പര്യത്തിന്റെ ഭാഗമായി അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് ഖുർആനുമായുമുള്ള ഇഴയടുപ്പം. നമ്മൾ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ആവശ്യമുള്ളതും ഇല്ലാത്തതും മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രകൃതമാണ് മനുഷ്യനുള്ളത്. ചിലതെല്ലാം സൂക്ഷിക്കേണ്ടി വരും, നിരന്തരമായി ഓർക്കേണ്ടി വരും, അത് കുറ്റമൊന്നുമല്ല. എന്നാൽ അവിടെയും ഒന്നാം സ്ഥാനം നൽകേണ്ടത് ഖുർആനായിരിക്കണം. ഖുർആൻ എന്തെന്നില്ലാത്ത ഒരു വെളിച്ചം, ഒരു ഹിദായത്ത് മനസ്സിന് നൽകിക്കൊണ്ടേയിരിക്കും. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. അല്ലാഹുവിലുള്ള ഈമാൻ ഒരാൾക്ക് പൂർണ്ണമായി കഴിഞ്ഞാൽ അതിന്റെ പ്രകടനം, പ്രതിഫലനം ആദ്യമായി ഉണ്ടാകുന്നത് അയാളുടെ കൽബിലായിരിക്കും, മനസ്സിലായിരിക്കും. ഇപ്പോൾ മനസ്സിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തയും ഖുർആൻ എന്ന ഈ പ്രകാശം ജ്വലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ അതും ഈ പറഞ്ഞ പോലെ ഒരു നല്ല പാരമ്പര്യം, തർബിയത്ത്, സ്വഭാവ മൂല്യങ്ങൾ നമ്മിലും കുട്ടികളിലും ഉണ്ടാക്കാൻ സാധിക്കും. റസൂലുള്ളാഹിയുടെ കാലത്ത് സ്വഹാബാക്കൾ ഇതുമാതിരിയുള്ള പാരമ്പര്യം ഉണ്ടാക്കുന്നതിൽ നല്ല ശ്രദ്ധ പുലർത്തിയിരുന്നു. ഒന്ന്, കുടുംബങ്ങളെ അറിയുക എന്നതാണ്. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എന്താണ് പേര്, അവർ എങ്ങനെയാണ് നമ്മളുമായിട്ട് കണ്ണു ചേർക്കുന്നത്, അങ്ങനെയുള്ള ഒരു വലിയ മേഖലയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്ന് സിലത്തുർ റഹ്മിന് ആവശ്യമായ കുടുംബബന്ധം ആജീവനാന്തം നിലനിർത്താൻ ആവശ്യമായ രൂപത്തിൽ ബന്ധങ്ങളെയും
അതിൽപ്പെട്ട പേരുകളെയും ഓർത്തു വെക്കണം എന്ന് പറയുകയുണ്ടായി. അത് അറബ് സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയുമായിരുന്നു. ഒരാളെ കണ്ടുമുട്ടിയാൽ കാണുന്ന മാത്രയിൽ തന്നെ അയാളുടെ കഴിഞ്ഞുപോയ 5-10 ബാപ്പമാരുടെ പേര് അവിടെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അതിനാണ് നമ്മൾ സാധാരണ ഇൽമുൽ അൻസാബ് എന്ന് പറയാറുള്ളത്. നമ്മുടെ സമൂഹത്തിൽ അത്തരം ഒരു ചിത്രം ഉണ്ടാവുകയില്ല. നമ്മളുടെ ബാപ്പയുടെ പേരറിയും, ബാപ്പയുടെ പേരും അറിയുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ആരാണ് എന്താണ് എന്നത് അറിയില്ല. കുറച്ചുകൂടി തലമുറകൾ മുന്നോട്ട് പോയാൽ വീണ്ടും ഈ രംഗത്ത് മൂല്യം കുറഞ്ഞു വരും. ഇപ്പോൾ കുടുംബത്തിന്റെ പാരമ്പര്യം, നല്ല ശീലങ്ങൾ വേരൂട്ടുവാൻ കുടുംബത്തിലെ കണ്ണികളെയൊക്കെ അറിഞ്ഞിരിക്കൽ മതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തത്. അതുപോലെ പല സ്വഹാബിമാരും പറയാറുണ്ടായിരുന്നു, കാന അബൂന, ഞങ്ങളുടെ ബാപ്പ, കാന അബി യുഅല്ലിമുന അൽ മഗാസി വസ്സറായ, റസൂലുള്ളാഹിയുടെ കാലത്ത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ സമര പോരാട്ടങ്ങളും മറ്റു യാത്രകളും സംഭവങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ബാപ്പ പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ബാപ്പമാര് മക്കളോട് പറയുന്നതാണ്, ഇത് യാ ബുനയ്യ ഇന്നഹാ ശറഫു ആബാഇക്കും ഫലാ തുളയ്യിഊഹ, ഈ വക കാര്യങ്ങളൊക്കെ പഠിക്കുക, ഓർമ്മയിൽ വെക്കുക എന്നത് നിങ്ങളുടെ കഴിഞ്ഞു പോയ ബാപ്പമാരുടെ തറവാടിത്തത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു അഭിമാനമാണ്. ആ ബാപ്പമാർ സൂക്ഷിച്ചു പോകുന്ന ഈ അഭിമാനവും മഹത്വവും നിങ്ങൾ കൈവടിയാൻ പാടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കുടുംബത്തിലെ എല്ലാ നന്മകളും ഒരു ബാപ്പയോടുകൂടെ, ആ വീട്ടിലെ 4-5 ആൾക്കാരോടുകൂടെ അവസാനിക്കാനും അസ്തമിക്കാനും പാടില്ല. അത് മക്കളിലേക്ക്, പേരമക്കളിലേക്ക്, അടുത്ത തലമുറയിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കണം. അത്തരത്തിലുള്ള നല്ല സ്വഭാവങ്ങളും ഭക്തിയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമികമായ തർബിയത്ത് എല്ലാ അർത്ഥത്തിലും പൂർത്തിയാവുക. ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, വിശ്വാസികളെ, നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളെ സ്വയം പ്രതിരോധിക്കുക, രക്ഷിക്കുക, നിങ്ങളുടെ കുടുംബത്തെയും. ഈ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആളുകളെ ഓർമ്മപ്പെടുത്തിയപ്പോൾ സദസ്സിലുള്ള ഒരാള് ബോധക്ഷയനായി, ബോധം കെട്ട് വീണു എന്നുവരെ ചരിത്രത്തിലുണ്ട്. അതിന്റെ ഗൗരവവും അർത്ഥത്തിന്റെ ആഴവും മനസ്സിലാക്കിയപ്പോൾ, അപ്പോൾ എന്താണ് തൻ്റെ കുടുംബത്തോടുള്ള, മക്കളോടുള്ള ഉത്തരവാദിത്വം എന്നറിഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ ഒരു ഉത്തരവാദിത്വം എല്ലാ മുഫസ്സിറുകളും ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയത്, ഐ അല്ലിമൂഹും വ അദ്ദിബൂഹും, കുടുംബത്തിനകത്ത്, വീട്ടിനകത്ത് മക്കൾക്കിടയിൽ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരെ പറഞ്ഞുകൊടുത്ത് അറിവുള്ളവരാക്കുക എന്നതല്ല, അദ്ദിബൂഹും, അത് ശിക്ഷണമായിട്ട്, അദബായിട്ട് നിലനിർത്തുകയും ചെയ്യുക. വീണ്ടും റസൂലുള്ള അറിയിക്കുകയുണ്ടായി, മാ നഹല വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസനി. ഈ രൂപത്തിൽ ജീവിക്കുന്ന, പരിപാലിക്കുന്ന, വളർന്നു വരുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ മുതിർന്ന ഒരാൾക്ക്, ഒരു ബാപ്പക്ക് അയാളുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും മൂല്യമായ സമ്മാനം, ഗിഫ്റ്റ് എന്താണ്? അത് പണമല്ല, പിന്നെയോ അദബുൻ ഹസൻ, നല്ല അച്ചടക്കവും ശിക്ഷണവും, നല്ല സ്വഭാവ മര്യാദകൾ, അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക വ്യക്തിത്വം. അതാണ് ഏതൊരു കാരണവർക്കും, ബാപ്പയായാലും ആ സ്ഥാനത്ത് നിൽക്കുന്ന ആരായാലും വളർന്നു വരുന്നവർക്ക് നൽകാവുന്ന അമൂല്യമായ സമ്മാനപ്പൊതിയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള നല്ല ചിന്തകളാണ് ഗൃഹാന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് വളരെ അപകടകരമായ രൂപത്തിൽ നാടും നഗരങ്ങളും സമൂഹവും ഒക്കെ സാംസ്കാരിക രംഗത്ത്, സ്വഭാവ രംഗത്ത്
എല്ലാം കൈവരിഞ്ഞുകൊണ്ട് വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഈ ഒരു അപകടാവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരു തിരിച്ചുവരവിന്റെ പ്രസക്തിയും അനിവാര്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സംസ്കാരം വീണ്ടെടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ വീട്ടിനകത്ത് എന്തെല്ലാം മറ്റു സാങ്കേതിക സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു ഈമാനികമായ മനക്കരുത്ത് നമുക്കും മക്കൾക്കും ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിന്റെ ഈ കൽപ്പനകൾ നമ്മൾ പാലിക്കുക, പഠിക്കുക, പരമാവധി അത് നമ്മളുടെ കുടുംബത്തിനകത്തും വീട്ടിനകത്തും തന്നെ അത് പ്രകാരം ജീവിക്കുവാൻ നമ്മൾ ശീലിക്കുക, മറ്റുള്ളവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുക. അത് നല്ല ഒരു പുണ്യമാണ്. പ്രവർത്തനത്തിന് പ്രതിഫലം മുറിഞ്ഞു പോവാത്ത ഒരു സ്വതക്ക ജാരിയയുടെ ഭാഗവുമായിട്ടാണ് ഇങ്ങനെയുള്ള തർബിയത്തിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈ അടുപ്പം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ സ്നേഹം, ഇതുമാതിരിയുള്ള ഓരോ ചെറുതും വലുതും സ്വന്തത്തിൽ മറന്നു പോവാതെ ആചരിക്കുക എന്നിടത്താണ് മതം ഊന്നൽ കൊടുക്കുന്നത്. മറ്റു പ്രകടനങ്ങളോ ആചാരങ്ങളോ നാട്ടാചാരങ്ങളോ ഒന്നും തന്നെ ഈ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ സമൂഹത്തിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ കേട്ടുവരുന്ന പല കാര്യങ്ങളും ഇസ്ലാമിന് പുറത്തു പോയേക്കാവുന്ന ശിർക്കുമായി ബന്ധപ്പെട്ടതും ബിദ്അത്തുകളായ കാര്യങ്ങൾ കൂടിയാണ്. അള്ളാഹുവിനോട് ചോദിക്കേണ്ടതിന് പകരം നമ്മളുടെ ആവശ്യങ്ങൾ അവനെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം ഈ പറഞ്ഞ റസൂലുള്ളാഹിയോട് തന്നെ ചോദിക്കുന്ന അപകടകരമായ സന്ദർഭങ്ങളും അത്തരം ആഘോഷങ്ങളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ ഗൗരവം നാം തിരിച്ചറിയണം. മറുഭാഗത്ത് അതൊരു ബിദ്അത്താണ്, മതത്തിൽ പെടാത്തതാവുന്നു എന്ന ഗൗരവം എത്രയുണ്ടോ അതുപോലെ തന്നെ മറുഭാഗത്ത് റസൂലുള്ളാഹിയുടെ എല്ലാ സുന്നത്തും നാം ജീവിപ്പിച്ചേ മതിയാവും എന്ന കണിശ ബുദ്ധിയും ജീവിതത്തിൽ ഈ പറഞ്ഞ തർബിയത്ത് മൂല്യങ്ങളിൽ നമുക്ക് ഉണ്ടാവുകയും വേണം. എങ്ങനെയാണ് ഒരാളെ മാനസികമായി ഈ തർബിയത്ത് സംസ്കരിക്കുക, ഒരാളുടെ വ്യക്തിത്വത്തിന്റെ പകിട്ട് മൂല്യം എങ്ങനെയെല്ലാമാണ് ഈ തർബിയത്തിലൂടെ വളർത്തിയെടുക്കുക എന്നതിന് അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു ഉപദേശം നമുക്ക് കേട്ടാൽ മതി. അദ്ദേഹത്തോട് റസൂലുള്ള പറയുകയുണ്ടായി. റസൂലുള്ളാഹിയുടെ കൂടെ എപ്പോഴും സമയം കഴിച്ചു കൂട്ടിയിരുന്ന ഒരു സ്വഹാബി കൂടിയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു കുട്ടിയാണ്, വളർന്നു വന്നിരിക്കുന്ന ഒരു യുവാവ് കൂടിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, യാ ബുനയ്യ ഇദാ ഖദർത അൻ തുസ്ബിഹ വതുംസിയ വലൈസ ഫീ ഖൽബിക ഗശ്ശുൻ ലി അഹദിൻ ഫഅൽ. മകനെ, നീ ഓരോ ദിവസവും രാവിലെയാകുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും നിന്റെ മനസ്സ് ഒന്ന് പരിശോധിക്കുക. ആ മനസ്സിൽ ഒരാളോടുമുള്ള അസൂയ, അമർഷം, വിദ്വേഷം, പക ഇവയൊന്നുമില്ലാതെ മനസ്സിനെ വൃത്തിയാക്കി വെക്കുക. അത് എന്റെ സുന്നത്താണ് എന്നാണ് അനസിനോട് റസൂലുള്ള പറയുന്നത്. അപ്പൊ അനസ് എന്ന് പറഞ്ഞാൽ അന്ന് 10-11 വയസ്സുള്ള ഒരു പയ്യനാണ്, ഒരു കുട്ടിയാണ്. ആ കുട്ടിയിൽ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ബുദ്ധിപരമായ വളർച്ചയോടൊപ്പം അവരിൽ മൂല്യങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടത്, സ്വഭാവങ്ങൾ ക്ഷണിച്ചു വരുത്തി അവരിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ടത് എന്നത് കൂടിയാണ് ഈ ഹദീസിന്റെ താല്പര്യം. ആദ്യം ശരിയാവേണ്ടത് പല കാര്യങ്ങളുമാവാം. ആപേക്ഷികമായി അതിൽ വ്യത്യാസമുണ്ടായിരിക്കാം. ബുദ്ധിപരമായ വളർച്ചയാണ് എന്ന് പറയും, വൈകാരികമായ വളർച്ചയാണ് എന്ന് വീക്ഷിക്കുന്നവരുണ്ട്,
കായികമായ ശക്തിയാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ടാകാം. എല്ലാത്തിനേക്കാളും റസൂലുള്ള ഈ ഒരു തലത്തിൽ കാണുന്നത് മനസ്സിന്റെ വളർച്ചയും സുരക്ഷയുമാണ്. ഒരാൾക്ക് മനസ്സുകൊണ്ട് എത്രത്തോളം വളരാൻ പറ്റും, അതിന് പരിധിയില്ല. ഈ പ്രപഞ്ചത്തെക്കാളും വികസിക്കുവാൻ ഒരാൾക്ക് അയാളുടെ മനസ്സുകൊണ്ട് സാധിക്കും. അത്ര വികസിക്കാൻ മറ്റൊന്നും ഉപകരിക്കുകയുമില്ല. പണം ഉണ്ടായാലും കായിക ശക്തി ഉണ്ടായാലും ഒന്നും തന്നെ ഈ ഒരു വിധാനത്തിലേക്ക് മനുഷ്യന് എത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മനസ്സിന് ആവശ്യമായ തർബിയത്ത് നൽകുന്നിടത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന് നബി ഈ ഉപദേശം നൽകിയത്. അതെങ്ങനെയാണ്? ഓരോ ദിവസം 24 മണിക്കൂർ 2 ഭാഗമായി ഭാഗിക്കുക. രാവിലെയും വൈകുന്നേരവും മനസ്സിനെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ സ്വയം ഒന്ന് സ്കാൻ ചെയ്യുക. അതിനകത്ത് ഇങ്ങനെയുള്ള എന്തെല്ലാം രോഗാണുക്കളും കൃമി കീടങ്ങളും ഉണ്ടോ അവയെല്ലാം നമ്മൾ തന്നെ വൃത്തിയായി കഴുകി പരിശുദ്ധമാക്കി വെക്കുക. എങ്കിൽ അത് റസൂലുള്ളാഹിയുടെ സുന്നത്താണ്. സുന്നത്ത് ജീവിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ജീവിപ്പിച്ചാൽ അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാവും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് സമാപിക്കുകയും ചെയ്യുന്നത്. അപ്പോഴേ എല്ലാ നല്ല ശീലങ്ങളും സ്വഭാവങ്ങളിൽ മനസ്സിന് ആവശ്യമായത്, ബുദ്ധിക്കാവശ്യമായത് എല്ലാം സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നല്ല ഭൂമിയിൽ നിന്നുകൊണ്ട് വളരുക എന്നതാണ് നമ്മുടെ വ്യക്തിത്വത്തിന് അനിവാര്യം. അതുതന്നെയാണ് റസൂലുള്ളാഹിയോട് നമുക്ക് സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, അദ്ദേഹമാണ് എൻ്റെ എല്ലാത്തിലുമുള്ള റോൾ മോഡൽ എന്ന് അവകാശപ്പെടാനും ലളിതമായി ചെയ്യേണ്ടത്. അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും മക്കളിലുമൊക്കെ അവന്റെ ഐശ്വര്യവും ബർക്കത്തും നിലനിർത്തി മോശമായ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും നമ്മെ അവൻ സംരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ പടച്ചവനെ നീ ബർക്കത്ത് നൽകി റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണമേ. 2 ദിവസം മുമ്പ് മരിച്ചുപോയ കടവത്തൂരിലെ മർഹൂം VP കുഞ്ഞത്തുള്ള ഹാജി നമ്മളുടെ ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട പലവിധ പ്രവർത്തനങ്ങൾക്കും നല്ല സഹകാരിയായിരുന്നു അദ്ദേഹം. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കുകയും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക്, ചികിത്സയിലുള്ള ആളുകൾക്ക് പടച്ചവനെ നീ ആശ്വാസം നൽകി ആരോഗ്യത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.